ബിഗ് ബോസ് അല്പസമയം മുമ്പ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാസ്ക് 7 മത്സരാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വഴക്കും വിദ്വേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ പറഞ്ഞു തീർക്കാൻ ബിഗ് ബോസിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു അവസരം കൊടുത്തു. എന്നാൽ അതും ഒരു വിഷം തുപ്പുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാക്കുപോരിനോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എറിയാനുള്ള ഒരു അമ്പായിട്ട് കാണുന്നവരും ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു പക്ഷേ അവസാന ഘട്ടത്തിൽ അത്രയ്ക്ക് മനസാക്ഷിയില്ലാത്ത അല്ലെങ്കിൽ അത്രയ്ക്ക് ചീപ്പ് ഗെയിമേഴ്സിനെ മാത്രമേ പറ്റുള്ളൂ. ഒരു സീസണിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അത്തരം ഒരു കണ്ടസ്റ്റൻസിനെ. എന്നാൽ ഈ സീസണിൽ അത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അത് മറ്റാരുമല്ല, ആ ഒരു ക്രെഡിറ്റ് ഞാൻ അതിലേക്കാണ് കൊടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റി 7 പേർക്ക് മാത്രമുള്ളതാണ്, നമ്മുടെ ടോപ്പ് 7. ബിഗ് ബോസ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇവിടെ ഇത്രയും കാലം നിന്നതിൽ 98 ദിവസത്തോളമായി, 90-97 ദിവസത്തോളമായി, ഇനി 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഫിനാലെ വിന്നർ വരാൻ പോവുകയാണ് സീസൺ 7 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ മാപ്പ് പറയാനുണ്ടാവും, സോറി പറയാനുണ്ടാവും. ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ ആരോടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. മനുഷ്യന്മാരല്ലേ, തെറ്റ് ചെയ്യാത്തവരുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരോട് മാപ്പ് പറയാനും, ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ എടുത്തു പറഞ്ഞുകൊണ്ട് ആരും കാണാതെ പോയ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ അതിന് നന്ദി പറയാനോ ഒരവസരമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. തുടക്കത്തിൽ അനീഷ് വന്ന് ആദിലെടുത്ത് സോറി പറഞ്ഞിരിക്കുകയാണ്. ആദിലെടുത്ത് സോറി പറഞ്ഞതിലും കൂടുതൽ സോറി പറയാനുള്ള റീസൺ ഉണ്ടായിരുന്നു അനീഷിന്. പക്ഷേ അനീഷ് സോറി പറഞ്ഞത് അതിലെന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. ആ ഒരു കാര്യത്തിനാണ് സോറി പറഞ്ഞത്. നല്ല റീസൺ അല്ലേ. അവസാന ഘട്ടമായപ്പോൾ ഗംഭീരമായിട്ടുള്ള മറുപടിയൊക്കെയാണ് കേട്ടോ അനീഷ് കൊടുക്കുന്നത്. നന്ദി പറഞ്ഞിരിക്കുന്നത് ഷാനവാസിനാണ്. എൻ്റെ ഉള്ളിലെ എന്നെ തിരിച്ചറിയാൻ സഹായിച്ചതിന് നന്ദിയെന്ന്. അപ്പം അനീഷ് ആരാണെന്ന് അനീഷിന് അറിയില്ലായിരുന്നോ? അനീഷിൻ്റെ ഉള്ളിൽ അനീഷിനെ തിരിച്ചു കൊടുന്ന ഷാനവാസിന് നന്ദിയെന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്രെഡിറ്റ് ഷാനവാസിനാണ് കേട്ടോ. അനുമോൾക്ക് സോറി പറയാനായിട്ടുള്ളത് രേണു സുധീർത്താണ്. രേണുവിനെ പേനിൻ്റെ കാര്യം പറഞ്ഞ ഒരു ടാസ്കിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പേനിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വളരെ വിഷമമായിട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സോറി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ആ സമയത്താണ് കേട്ടോ രേണു സുധി നമുക്കൊന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ അത് കെട്ടിപ്പിടിക്കാൻ നമുക്ക് തോന്നുമായിരുന്നു. രേണു സുധി എന്ത് നല്ല ക്യാരക്ടറാണ്. രേണു സുധി പറയുന്നത് അതൊന്നും സാരമില്ലടാ, അതൊക്കെ ഗെയിമല്ലേ, പോട്ടറാന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് അനുമോളെ കെട്ടിപ്പിടിക്കുകയാണ്. രേണുവിന് അത് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമാണ്. രേണു അത് പലപ്പോഴും അത് ക്യാമറയുടെ മുന്നിലൊക്കെ സങ്കടത്തോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു അവസാന ഘട്ടം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ഉണ്ടോ എന്നാണ് രേണു ചോദിക്കുന്നത്. ഇതൊക്കെയാണ് ബാക്കിയുള്ളവർ കണ്ടു പഠിക്കേണ്ടത്. രേണുവിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളവർക്ക് കണ്ടു പഠിക്കാനായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ രേണു ഉണ്ടാവേണ്ടതായിരുന്നു. രേണു ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളതിൽ ഒരു 90-95% പ്രേക്ഷകർ രേണുവിന് തന്നെ വോട്ട് ചെയ്യുള്ളായിരുന്നു. കാരണം അത്ര നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് പറയും ഞാൻ രേണു. കാരണം ബിഗ് ബോസ് വീടിനുള്ളിൽ രേണു അത്തരത്തിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടേടാ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് അനുമോൾക്ക് നന്ദി പറയാനുള്ളത് മറ്റാരോടും അല്ല, അതിലെടുത്താണ്. അനുമോൾ ആരെടുത്തു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരോടത്തും അങ്ങോട്ട് ചെന്ന് മാപ്പ് പറയാനോ അത് കോംപ്രമൈസ് ആക്കാനോ നോക്കാറില്ല. ഇങ്ങോട്ടാണ് എല്ലാവരും വരാറുള്ളത്. അതിൽ നൂറയും എപ്പോഴും ഇങ്ങോട്ടൊന്നും മിണ്ടാറുണ്ട്. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതായത് ആ റിലേഷൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് നൂറയാണെന്ന് അവിടെ അനുമോൾ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പോസിറ്റീവ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അനുമോൾ എത്തിയിരിക്കുന്നത്. അനുമോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. ഒരു പക്ഷേ അവർക്ക് ആ ഒരു സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റൊരവസരമായിരുന്നു ബിഗ് ബോസ് കൊടുത്തത്. പക്ഷേ ബിഗ് ബോസ് മനസ്സിലായി ഇതൊരു നടക്കി പോകുന്ന ഒരു പ്രശ്നമല്ല. ഇത് പുറത്ത് ചെന്നാലും ഇവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് ഒത്തുതീർപ്പിൽ പോകുന്നു. കാരണം അത്രത്തോളം വിഷം തുപ്പിക്കൊണ്ടാണ് ആദിലയുടെ ടാസ്ക് കേട്ടോ. ആദില പറഞ്ഞിരിക്കുന്നത് സോറി പറയാനുള്ളത് ആര്യൻ്റെ അടുത്താണ്. എന്തിനാണെന്നറിയോ, തൻ്റെ പാർട്ട്ണറുടെ വയറ് കണ്ടിട്ട് അന്ന് ഉമ്മ കൊടുത്തില്ലേ ആര്യൻ, ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ്. അതൊരു പക്ഷേ ആര്യനെടുത്ത സ്ട്രാറ്റജി ആയിരിക്കാം. അവസാന റൗണ്ടിൽ വരെ നിൽക്കുന്നത് ആര്യനും നൂറയും മാത്രമാണ്. ആ സമയത്ത് നൂറയുടെ വയറ് കണ്ടപ്പോൾ ആര്യൻ എന്തോ ആക്ഷൻ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലെ നൂറയും കൂടിയിട്ടാണ് അത് അനുമോളുടെ അടുത്ത് പറയുന്നത്. അപ്പോഴും അനുമോൾ പറഞ്ഞെന്താ, അയ്യേ അവനല്ലേ പോടാ, അവൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല, അവനെ നിനക്ക് അറിഞ്ഞൂടെ എന്നാണ് അനുമോൾ ലൈവിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇന്നിപ്പോൾ വളച്ച് തിരിച്ച് ആര്യനോട് പറയാണ്, അന്ന് നൂറയുടെ വയറ് നോക്കി നീ ഇങ്ങനെ കിസ് ചെയ്തത് എനിക്കത് ഭയങ്കര, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി അത് മറ്റുള്ളവരുടെ തെറ്റിദ്ധരിപ്പിക്കലാണെന്ന്. ആരാ തെറ്റിദ്ധരിപ്പിച്ചത്? തൻ്റെ പാർട്ട്ണർ തന്നെയാണ്, ആദിലയുടെ പാർട്ട്ണറായ നൂറ തന്നെയാണ് അത് പറഞ്ഞത്. അപ്പം നൂറ പറഞ്ഞു അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം, അത് വലിയ കാര്യമാക്കണ്ടെന്ന് നൂറ പറഞ്ഞിട്ട് വലിയ ഷോ കാണിച്ച് ആ സമയത്ത് അനുമോളാണ് ഒത്തുതീർപ്പാക്കിയിട്ട് രണ്ടാളെയും പറഞ്ഞു വിട്ടത്. അതൊന്നും മറന്നിട്ട് ഇപ്പോൾ എന്തോ ആരിനെ മോശക്കാരനാക്കാൻ നോക്കി അനുമോള് തന്നെ ആ ഡയമണ്ട് മാല കിട്ടിയപ്പോൾ ആരിൻ്റെ കൂടെ ഇത് ഫോട്ടോ എടുക്കണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതെന്താണ് ഇത് തോന്നിയെന്ന്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതിലെന്തിനാ ഇതൊക്കെ പറയുന്നതെന്നുള്ളത്. വളരെ മോശമായിട്ട് ഒരു ടാസ്ക് കിട്ടിയപ്പോൾ അതൊരു ആയുധമാക്കി അനുമോളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നി. അത് കഴിഞ്ഞ് നന്ദി പറയാനായിട്ട് അതിലൊക്കെ ഉള്ളത് അനുമോളുടെ അടുത്താണ്. അനുമോള് പഠിപ്പിച്ചിട്ടുണ്ട് ആരുടെയും മുന്നിൽ താന്നു പോകരുത്, സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സംഭവമുണ്ട്, അത് കളഞ്ഞു പോകരുതെന്ന്. ഇനി അത് എന്നെ അനുമോള് പഠിപ്പിച്ചു.
അനുമോളുടെ മുന്നിൽ ഞാൻ എപ്പോഴും കയ്യും കാലും പിടിച്ചു വരുമായിരുന്നു, ഇനി ഞാൻ വരുന്നില്ല. എന്തിനാണ് സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ഒരാളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നേ എന്ന് എനിക്ക് തോന്നി. അതെനിക്ക് പഠിപ്പിച്ചത് അനുമോളാണ്. അതുപോലെ തന്നെ അഭിനയിച്ചു നമുക്ക് നല്ലപോലെ നിൽക്കാം എന്ന് പഠിപ്പിച്ചത് അനുമോളാണ്. അങ്ങനെ പറഞ്ഞിട്ട് അനുമോളുടെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയൊക്കെ അനുമോളെ വാരി അടിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ അടിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കൊടുത്തത് ഞാൻ കഴിഞ്ഞ സീസൺ വരെ കണ്ടിരിക്കുന്നത് അവരുടെ വിഷമവും സങ്കടവും ഒക്കെ പറഞ്ഞു തീർത്ത് നല്ല ജെല്ലിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. ബിഗ് ബോസിന് വിഷമം ഉണ്ടാവില്ലേ? 100 ദിവസം ഇവരെ കണ്ടോണ്ടിരിക്കില്ലേ? അപ്പം ബിഗ് ബോസിൻ്റെ പിള്ളേരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ പോകുന്നത് ഇങ്ങനെ വഴക്കും ബഹളവും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ ഇവർ വരുന്നവർ, അതായത് റീ എൻട്രി നടക്കുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂളായിട്ട് ഭയങ്കര സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് നടന്നവരാ. 3 പേരും കൂടി താഴത്ത് ഫ്ലോറിൽ കിടക്കുന്നു. എന്തൊരു സന്തോഷമായിട്ട് പോയതാ. എന്നാൽ ഈ കുറച്ച് വിഷയങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ബിഗ് ബോസിന് അത് വിഷമം ഉണ്ടാവും. ബിഗ് ബോസ് അതിനുള്ളൊരു ടാസ്ക്, ഒരു അവസരം കൊടുത്തതാണ്. പക്ഷെ അത് അവർ അതും ഒരു ആയുധമാക്കി, അനുമോൾക്ക് നേർക്കുള്ള ഒരു ആയുധമാക്കി ഉപയോഗിച്ച ആദില വളരെ ചീപ്പ് ഗെയിമാണ് ഇന്ന് കളിച്ചത്. സപ്പോർട്ട് ചെയ്തവരുണ്ട്. ശൈത്യാണെങ്കിലും ശരികയാണെങ്കിലും അക്ബർ, അപ്പാനി, പിന്നെ അതുപോലെ റെന, ശൈത്യ, ബിൻസി ഇവരൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സാക്ഷിയുള്ള കുറച്ച് വ്യക്തികളുണ്ടല്ലോ, അവരൊന്നും ഇതിനെ കൈയടിക്കുന്നുണ്ടായില്ല. അവർക്കറിയാം ഇത് ഗെയിമല്ല, ഇത് ഒരു ഗെയിം കളിക്കുന്ന ടൈമല്ല, ഇത് പ്രേക്ഷകരെ നിങ്ങളെ വിലയിരുത്തേണ്ട ടൈമാണ്. ഇപ്പം നമുക്ക് വിലയിരുത്താൻ കിട്ടിയ ഒരു അവസരമാണ്. ഫേക്ക് ഗെയിമേഴ്സ് ആരാണോ റിയൽ ഗെയിമേഴ്സ് ആരാണെന്ന് നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ഫേക്കായിട്ട് കളിച്ച കണ്ടസ്റ്റൻസ് ആണ് ആദിലയും നൂറയും, അതുപോലെ തന്നെ അനീഷും. പറയാനാണെങ്കിൽ അക്ബറും, ഇവരൊക്കെ വളരെ ഫേക്കായിട്ട് കളിച്ച ഫേക്ക് ഗെയിമേഴ്സ് ആണെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മുന്നിൽ തെളിയിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഈ ടാസ്കിലൂടെ നമുക്കതെല്ലാം വ്യക്തമാക്കി തന്നു ബിഗ് ബോസ്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.